പറയുന്ന ഓർമ്മ എനിക്ക് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് 1974 ഞാൻ BA പഠിക്കുന്ന കാലത്ത് പീച്ചിയിൽ വെച്ച് കോഴിക്കോട് സർവകലാശാല ഒരു സർഗസംവാദം എന്നൊരു ക്യാമ്പ് നടത്തുകയുണ്ടായി. അന്ന് അതിൽ പങ്കെടുത്ത സമയത്ത് മലയാളത്തിലെ പ്രസിദ്ധരായ പല ചലച്ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ അവിടെ വന്നിരുന്നു. ആ കൂട്ടത്തിൽ അരവിന്ദനുണ്ടായിരുന്നു. ആളുകളോടെല്ലാം, പല എഴുത്തുകാരോടും കലാകാരന്മാരോടും കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പലരും, ഓരോ ആളുകൾ അവരുടെ താല്പര്യങ്ങളെ കുറിച്ച് പറയും. ഭക്ഷണത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച് പല രീതികൾ അങ്ങനെ പറയുകയുണ്ടായി. പക്ഷേ അരവിന്ദൻ അന്ന് പറഞ്ഞ ഒരു മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നതിലാണ് ഇഷ്ടം എന്നാണ്. യഥാർത്ഥത്തിൽ അന്ന് എൻ്റെ പ്രായം വെച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ എനിക്ക് ഇഷ്ടം ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്, അതിനകത്ത് ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് മനസ്സിലായത് വളരെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാഞ്ചന സീത എന്ന ചലച്ചിത്രം കണ്ടപ്പോഴാണ്. അതായത് അന്ന് അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരായണം പ്രദർശിപ്പിച്ചിരുന്നു. ഉത്തരായണം എന്നുള്ള സിനിമ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഉത്തരം എന്നെ സംശയിപ്പിച്ചെങ്കിലും എനിക്ക് അറിയാത്തതായിരുന്നെങ്കിലും ആ സിനിമ എനിക്ക് അറിയാത്തതായിരുന്നില്ല. അന്ന് ആ സിനിമ വളരെയധികം എന്നെ ബാധിക്കുകയുണ്ടായി. ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളെയും സിനിമ കണ്ടിറങ്ങിയിട്ട് ശരിക്ക് ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥയിൽ എന്നെപ്പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഒരു യാഥാർത്ഥ്യം ആ സിനിമക്കകത്ത് നിന്ന് ഞങ്ങൾ കിട്ടുകയുണ്ടായി. പക്ഷെ അരവിന്ദൻ പറഞ്ഞ ഈ കാര്യം അത് മാത്രം ഒരു സംശയമായി നിലനിന്നിരുന്നു. പിന്നീട് പിന്തുടർന്നപ്പോൾ, പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ അരവിന്ദനെ ശരിക്ക് അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ശരിയായ പ്രശ്നമാണ് അതെന്നും, മൗലികമായൊരു പ്രശ്നമാണെന്നും, അല്ലെങ്കിൽ അരവിന്ദനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണതെന്നും മനസ്സിലാവുകയുണ്ടായി. ഇത് പറയുമ്പോൾ അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന കാർട്ടൂൺ പരമ്പര ഉണ്ടാക്കിയ ഒരു ബോധത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ഉത്തരായണം എന്നുള്ള സിനിമ കണ്ടത്. രവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമുവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അതിൽ രാമു പ്രതികരിക്കാൻ കഴിയാത്ത നിസ്സംഗനായ ഒരു ചെറുപ്പക്കാരൻ, എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും പീഡിപ്പിക്കുകയും ചുറ്റും ലോകം നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് തൻ്റെ കുടുംബം പുലർത്താൻ തനിക്ക് ജോലിയില്ലാതെ, അല്ലെങ്കിൽ ചെറിയ ജോലികൾ, ഈ ജോലിക്കകത്തുകൊണ്ട് എനിക്ക് എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇല്ലല്ലോ എന്ന് സ്വയം പരിതപിക്കുന്ന ആ കഥാപാത്രം, ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രതിനിധിയായിരുന്ന ആ കഥാപാത്രം രവിയിലേക്ക് എത്തുമ്പോൾ വേറൊരു ഫിലോസഫിക്കൽ തലത്തിലേക്ക് ഉയരുന്നുണ്ട്. ഇങ്ങനെ ഉയരുന്നത്, അതായത് എനിക്ക് ഓർമ്മ വരുന്നത്, ഇത് പറയുമ്പോൾ ഈ മൗനത്തെയും ഈ രവിയുടെ പ്രശ്നത്തെയും ഒന്ന് ബന്ധിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ അരവിന്ദനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ ബന്ധിപ്പിക്കാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് അരവിന്ദൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഈ രാമുവിനെയും ഗുരുജിയെയും ഓർമ്മ വരും. രണ്ട് വ്യത്യസ്ത തലങ്ങളാണ് ഇവരെങ്കിലും രണ്ടുപേരും ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. രാമുവും, ചെറിയ മനുഷ്യരും വലിയ ലോകത്തിലെ രാമുവും ഗുരുജിയും രണ്ടുപേരും ഒന്ന് തന്നെയാണ്. മിക്കവാറും നിങ്ങളിലും എന്നിലുള്ള ഒരാളാണ്. അതായത് രാമുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗുരുജി എല്ലാറ്റിൻ്റെയും പരിഹാരവുമായിട്ട് ഒരു സന്യാസി, ഇപ്പുറത്ത് ഭൗതിക ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നേരിടുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇയാൾ നിസ്സംഗനായി പോകുന്നു, ആയിക്കൊണ്ടേയിരിക്കുന്നു. അയാൾ ഓരോ നിമിഷവും ജീവിതത്തെ നേരിടാൻ കഴിയാതെ ജീവിതത്തിലെ പ്രശ്നങ്ങൾപ്പെട്ടിട്ട് നിരന്തരമായ അയാളിങ്ങനെ നിസ്സംഗനായി, മറ്റേയാൾ നിസ്സംഗതയുടെ ഏറ്റവും പരമാവസ്ഥയിൽ സന്യാസിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ സന്യാസത്തിന്റെയും ജീവിതാനുഭവങ്ങളുടെയും വിരുദ്ധ അവസ്ഥകൾ നിൽക്കുന്ന ഒരാൾ. നമുക്കെല്ലാം ഈ പ്രശ്നമുണ്ട്. അതിന് ഉദാഹരണമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സെൻ ബുദ്ധിസത്തിലെ ഒരു കഥയാണ്. അതായത് സെൻ ബുദ്ധിസത്തിലെ ഒരു സെൻ മാസ്റ്ററും ശിഷ്യനും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഒരു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥലത്തെത്തി. അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അതുവഴി വരുന്നു. അവൾക്ക് കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സെൻ ഗുരു ആ സ്ത്രീയെ കയ്യിലെടുത്ത്
ചുമല് കയറ്റിയിട്ട് അവളെ അക്കരക്ക് കടത്തി. സുന്ദരിയായ സ്ത്രീയാണ്. അപ്പോ ശിഷ്യന് സംശയമായി, ഗുരു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സന്യാസിയായ ഗുരു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവർ ഒരുപാട് നേരം മിണ്ടാതെ നടന്നു. പക്ഷെ ശിഷ്യന്റെ ഉള്ളിലുള്ള സംശയം മാറുന്നേ ഇല്ല. 1 മണിക്കൂർ ഏതാണ്ട് ഒരുപാട് നടന്നു കഴിഞ്ഞിട്ട് ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരു, നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? എന്താണ്? നിങ്ങൾ ആ സ്ത്രീയെ ചുമലിൽ കയറ്റിയിട്ട് അപ്പുറം കടത്തിയത് ഒരു സന്യാസി ചെയ്യാൻ പാടില്ലാത്തത്. അപ്പൊ ഗുരു പറഞ്ഞു, നീ ഇപ്പോഴും അവളെ കൊണ്ടു നടക്കുകയാണ്, ഞാൻ എപ്പോഴേ അവളെ ഇറക്കിക്കഴിഞ്ഞു. ഈ ഗുരുവും ശിഷ്യനും എന്ന് പറയുന്നത് രാമുവും ഈ സന്യാസിയും പോലെയാണ്, ഈ ഗുരുജിയും പോലെയാണ്. മിക്കവാറും അരവിന്ദൻ അനുഭവിച്ചിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇതാണ്. ഇതിനെ എങ്ങനെയാണ് മൗനവുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ്. അരവിന്ദൻ എന്ന് പറയുന്ന കലാകാരൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ലോകത്തിന്റെ സംസാരങ്ങളെയാണ്. ഈ ആളുകൾ മുഴുവൻ തനിക്ക് ചുറ്റും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മോചനമില്ലല്ലോ എന്ന് സ്വയം ഓർത്തിട്ട് തൻ്റെ സ്വന്തം മൗനത്തിലേക്ക് ചുരുങ്ങിപ്പോയ ഒരാൾ, ഇങ്ങനെ ചുരുങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ. ഇത് യഥാർത്ഥത്തിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കും എനിക്കും ആധുനിക കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ വളരെ കണ്ടീഷൻഡാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും സംസാരിക്കുന്നു, നമ്മളും സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരുന്നു. അയ്യോ, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നാൽ ആളുകൾ എന്ത് പറയും, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചിലരൊക്കെ ചിലപ്പോൾ. അരവിന്ദനും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്? ലോകം ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. എല്ലാവരും സംസാരിക്കുന്നു, എല്ലാവർക്കും സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ, ചെയ്യാനൊന്നുമില്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരു ലോകത്തിന്റെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയില് സംസാരിക്കാൻ കഴിയാത്ത ഒരാളുടെ വെപ്രാളം, ഒരാളുടെ ആവലാതികൾ, ഒരാളുടെ ആ നിസ്സഹായമായ അവസ്ഥ, തന്റെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള ആ പിടച്ചിൽ, അതാണ് രാമു അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇങ്ങനെ ലോകം എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ലോകം മാറിപ്പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്, ഇപ്പോ പ്രസിദ്ധയായ ഒരു കവയിത്രി പാടിയ ഒരു വരി ഇംഗ്ലീഷ് കവിത, അതായത് എ വേർഡ് ഈസ് ഡെഡ് വെൻ ഇറ്റ് ഈസ് അട്ടേർഡ്. പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് മരിച്ചു എന്നാണ്. നക്ഷത്രത്തെ പോലെ അത് പൊലിഞ്ഞു പോകുന്നു. പറയുന്നത് വരെ എത്ര നേരം നിങ്ങളത് ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. എനിക്കൊന്നും പറയാനില്ല, പറയാനുള്ളത് മുഴുവൻ എൻ്റെ ഉള്ളിലാണ്, ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ പറയുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ഒരവസ്ഥ. മൗനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അർത്ഥത്തെ സ്വീകരിക്കുന്ന ഒരവസ്ഥ. ഇത് ആദിമ മനുഷ്യന്റെ ഒരു അവസ്ഥയായിരുന്നു. പ്രാകൃത കാലം തൊട്ട് തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എനിക്കൊരു ലാംഗ്വേജ് ഇല്ല. ലാംഗ്വേജ് വന്നപ്പോഴുള്ള പ്രശ്നം എന്താ? സംസാരിച്ച് നമ്മളതിനെ നശിപ്പിച്ചു, കൊളമാക്കി എന്ന് പറയും. സംസാരിച്ച് നീ അതിനെ കൊളമാക്കി, നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഈ വാക്കെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് വല്ലാതെ വീർപ്പ് മുട്ടിച്ച് എപ്പോഴെങ്കിലും ഒരു വളരെ സത്യസന്ധമായ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമോ? അതല്ല വരുന്നത്. പകരം ഈ ആധുനികമായ ഈ ലോകത്ത് വാക്ക് അതിന്റെ ഏറ്റവും മലിനമായ രൂപത്തിലാണ്, ലാംഗ്വേജിന്റെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിലാണ് വരുന്നത്. അങ്ങനെയുള്ള ലോകത്ത് തനിക്ക് പറയാനുള്ളത് മുഴുവൻ ഈ രീതിയിൽ പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഇത് മോശപ്പെട്ട ലോകമാണ്, ഇത് മോശപ്പെട്ട ഭാഷയാണ്, ഇതല്ല എൻ്റെ ഭാഷ എന്ന് തിരിച്ചറിയുകയായിരുന്നു അരവിന്ദൻ. അത് പല രീതിയിലുള്ള ഉദാഹരണങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പോ ജീവിതം എപ്പോഴും സഞ്ചരിക്കുന്നവരാണ് അരവിന്ദന്റെ എല്ലാ കഥാപാത്രങ്ങളും. രവിയെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ മൗനത്തിന്റെ വിശുദ്ധമായ ലോകത്തിലേക്ക്, മൗനം എന്ന് പറയുന്നത് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മനുഷ്യന്റെ ഏറ്റവും പ്രാകൃതമായ വിശുദ്ധമായ ശുദ്ധമായ ലോകത്തിലേക്ക് പോകുന്ന ഒന്നാണ് മൗനം എന്ന് പറയുന്നത്. നിങ്ങള് നാഗരികതയുടെ വലിയ ഒരു കോൺക്രീറ്റ് വാർപ്പിനകത്തുള്ള ഒരു വീട്ടിനകത്തിരിക്കുന്ന സമയത്ത്, നഗരത്തിനകത്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലോകം വളരെ മലിനമാണ്. വളരെ സംസാരത്തിന്റെ വലിയ പ്രപഞ്ചത്തിൽ നിങ്ങൾ മുഴുകിപ്പോകും. പക്ഷേ ഇതിനപ്പുറത്ത് കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാട്ടിനകത്ത് മനുഷ്യരില്ലാത്ത, വർത്തമാനങ്ങളില്ലാത്ത, ആളുകളുടെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു ലോകമുണ്ട്. അവിടത്തേക്കാണ് രവി പോകുന്നത്. രവി കാട്ടിനകത്ത് പോയി നാഗരികതയുടെ ഈ മുഖംമൂടികൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഒരു തള്ളയുടെ ചിരിയിൽ മാത്രം എല്ലാം ഒതുക്കിയിട്ട് അയാൾ ഈ കാപട്യങ്ങളെ മുഴുവൻ, സംസാരമാകുന്ന ഈ കാപട്യത്തെ മുഴുവൻ തനിക്ക് ചുറ്റും കേട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ രാമുവിന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകത്തിലെ എല്ലാവരും സംസാരിക്കുകയായിരുന്നു അവിടെ. അരവിന്ദൻ എത്രയോ ചിത്രം കൊണ്ട് പറയേണ്ട കഥ പലതും സംഭാഷണം കൊണ്ടാണ് അരവിന്ദൻ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അരവിന്ദന്റെ ഈ സംഭാഷണത്തിലൂടെയുള്ള ചുറ്റുമുള്ള ലോകത്തെ കാണിക്കേണ്ടി ഇരുന്നു വന്നത്. പക്ഷെ അതിന്റെ മറുവശം അരവിന്ദൻ കാണിച്ച സിനിമയിലൂടെയാണ്.
അത് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് നമ്മുടെ പ്രസിദ്ധമായ കാഞ്ചന സീത എന്ന സിനിമയിലാണ്. അന്ന് സിനിമ വന്നപ്പോൾ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു ആലോചിച്ച് നോക്കുക. വളരെ സത്യസന്ധമായി ചിന്തിച്ചാൽ പ്രാകൃത കാലഘട്ടത്തിലെ ഒരു ജനസമുദായത്തിന്റെ കഥയാണ് രാമായണത്തിലെ കഥ എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഇന്ന് സംസാരിക്കുന്ന മനുഷ്യർ അന്നില്ല. കാട്, കുറച്ചു മാത്രം ഒരുപക്ഷെ ആംഗ്യ ഭാഷയിൽ നിന്ന് നമ്മൾ വളർന്ന് ഇന്ന് നമുക്ക് സംസാരിക്കാൻ വാക്കുകളും ഭാഷകളും ഒക്കെ ഉണ്ട്. അതില്ലാതിരുന്നൊരു കാലം, മറ്റുള്ളവന്റെ വേദന അറിയിക്കാൻ അടുത്തവനെ അടിച്ചിട്ട് തന്നെ ഇതാണ് വേദന എന്ന് ബോധ്യപ്പെടുത്തേണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യൻ. സംസാരിക്കുന്നതിന് മുമ്പ്, ഭാഷ വരുന്നതിന് മുമ്പ് വെറും ആംഗ്യങ്ങളിലൂടെ സംസാരിച്ചിരുന്ന കാലഘട്ടം. എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ വേദനയാണ്, നിങ്ങൾ അടിക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാൻ ഒരു മാർഗവുമില്ല, തിരിച്ചൊരു അടി കൊടുക്കുക, അപ്പൊ അവന് ഇത് വേദനയാണ് എന്ന് ബോധ്യമായിരുന്നില്ല. ഇന്ന് വേദന എന്നുള്ള വാക്ക് നമുക്കുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. അതില്ലാതിരുന്ന ഒരു പ്രാകൃത കാലഘട്ടത്തിലെ ജനസമൂഹത്തിൽ നിന്നാണ് രാമായണത്തിന്റെ കഥയുണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു കഥ പറയാൻ അരവിന്ദൻ എങ്ങനെ സംഭാഷണത്തിന്റെ ലോകം സ്വീകരിക്കും? അതും താൻ ഏറ്റവും വെറുക്കുന്ന ശുദ്ധമായ ഒരു ലോകം തനിക്ക് വേണമെന്ന് തോന്നിയിട്ട് അതിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ. അങ്ങനെയാണ് ആ ദ്വീപ് തന്നെ അരവിന്ദൻ എടുക്കാനുള്ള പ്രധാന കാരണം. തനിക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരിടം, ആളുകൾ ആരും വർത്തമാനം പറയാത്ത, ഈ മനുഷ്യരുടെ ശല്യങ്ങളില്ലാത്ത ഒരു സ്ഥലം. അവിടെയുള്ള മനുഷ്യർ അവരാരാണ്? പ്രാകൃതരായ ട്രൈബ്സിനെ കൊണ്ടാണ് അരവിന്ദൻ രാമനും സീതയെ പ്രകൃതിയാക്കി തന്നെ കാണിച്ചു. ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം ട്രൈബുകളാണ്. ആരാണ് ഈ ട്രൈബ്സ്? ഏറ്റവും കുറഞ്ഞ സംസാരമുള്ളവരാണ്, ഭാഷ വളരെ കുറഞ്ഞവർ. അങ്ങനെയുള്ള ഒരു ലോകം അരവിന്ദൻ സൃഷ്ടിച്ചു. പിന്നീട് തമ്പിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ, തമ്പിലെ വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രം വീട്ടിന്റെ അകത്ത് ഈ കുടുംബത്തിന്റെ വളരെ ശിഥിലമായ ആ കുടുംബത്തിനകത്ത് അവിടെയും സംഭാഷണത്തിന്റെ പെരുപ്പം കൊണ്ട് അയാൾ സംഗീതത്തിന്റെ ലോകത്തിലേക്ക് വരികയാണ്. അത് പറയുമ്പോൾ അരവിന്ദന്റെ സംഗീതവും ഈ മൗനവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഏറ്റവും ശുദ്ധമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ സംഗീതത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ ഇപ്പൊ യേശോദാസിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ നിങ്ങൾ വളരെ ശുദ്ധനാണെന്നുള്ള, അതായത് എല്ലാ ആളുകളും സംബന്ധിച്ചത് ഏറ്റവും ശുദ്ധമായ കലയാണ് സംഗീതം എന്ന് ഷോപ്പനവറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ ശുദ്ധമായ ഒരു കലയിലേക്കാണ് അരവിന്ദൻ ആകർഷിക്കപ്പെടുന്നത്. അരവിന്ദനെ ബീച്ചിൽ വെച്ച് തന്നെ അരവിന്ദൻ അത് എനിക്ക് സംസാരിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം ചെയ്തത് ഒരു ബംഗാളി പാട്ട് അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ എല്ലാവരെയും, ഈ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ആളുകളെ മുഴുവൻ അടച്ചിരുത്തിക്കൊണ്ട് ഏറ്റവും പതിഞ്ഞ ശബ്ദത്തിൽ അരവിന്ദൻ ഒരു ബംഗാളി ഗാനം പാടുകയുണ്ടായി. അതിപ്പോഴും ഓർമ്മയിലുണ്ട്. ഈ സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ ത്വര എന്ന് പറയുന്നത് ആദ്യമായി ഈ വിശുദ്ധിയിലേക്കും ഈ മൗനത്തിലേക്കും ഈ ശുദ്ധമായ ലോകത്തിലേക്കും തിരിച്ചു പോകാനുള്ള ത്വരയാണ്. അതിന് വേണമെങ്കിൽ ഇന്ത്യൻ രീതിയിൽ നമുക്ക് സന്യാസത്തിന്റെ ലോകമാണെന്ന് പറയാം. പക്ഷേ ഈ സന്യാസത്തിന്റെ സമ്പൂർണമായ ലോകത്തിൽ അരവിന്ദന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു വലിയ പ്രശ്നം അരവിന്ദന്റെ എല്ലാ സിനിമകളിലും കാണാം. അത് ഈ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്നതിനകത്ത് തന്നെ അതായത് അരവിന്ദൻ ആഗ്രഹിച്ചിരുന്ന ഒരു ലോകമാണ്. അതായത് ഈ ഈ മനുഷ്യൻ എത്ര അങ്ങനെ തന്നെയല്ല, വലിയ മനുഷ്യരും ചെറിയ മനുഷ്യരും വലിയ ലോകവും. അതായത് മനുഷ്യൻ എത്രയോ ഫിലോസഫേഴ്സ് പറയുന്നതാണ്, അയ്യോ ഈ പ്രപഞ്ചം എത്ര വലുതാണ്, ഞാൻ എത്ര ചെറുതാണ്. ഞാൻ ഇതിന്റെ ബഷീറൊക്കെ പറയുന്ന ഈ പൂവിന്റെ സൗന്ദര്യം പോലും സമ്പൂർണ്ണമായി എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ബഷീർ പറയുന്നുണ്ട്. ഒരു ഫിലോസഫിക്കലായിട്ടുള്ള പ്രശ്നമാണ്. ഇത് തന്നെയാണ് അരവിന്ദൻ പറയുന്നത്. ഈ ലോകത്തിന്റെ ഭംഗികൾ എത്രയും, അല്ലെങ്കിൽ തനിക്ക് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഈ വിശുദ്ധികൾ എത്രയും തനിക്ക് അതേ രീതിയിൽ പിടിച്ചെടുക്കാവുന്ന ഒരു മനസ്സെനിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു. എൻ്റെ ഈ മൗനത്തിന്റെ ലോകത്തിലേക്ക് ഞാൻ മടങ്ങി വന്നിട്ട് ഞാൻ ഈ ലോകത്തെ പരമാവധി ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു, സമ്പൂർണ്ണമാകാൻ ശ്രമിക്കുന്നു. പക്ഷെ സമ്പൂർണ്ണത കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മഹാന്മാരായ എല്ലാ കലാകാരന്മാരിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ലോകത്ത് ആരെടുത്തു കഴിഞ്ഞാലും, ഡോസ്റ്റോവസ്കിയെ പോലെയുള്ള എഴുത്തുകാരെടുത്തു കഴിഞ്ഞാലും അവർക്കെല്ലാം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോകത്തെ തങ്ങളുടെ ഈ ചെറിയ അനുഭവ മണ്ഡലത്തിലേക്ക് ഒതുക്കാൻ കഴിയാതിരിക്കുക. അങ്ങനെ ഒതുക്കാൻ കഴിയാതായപ്പോ ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കുക. തമ്പുരാൻ നായകൻ അങ്ങനെ ഒരിടത്തും ഇരിക്കാതെ ലോകം വീട്ടിന് പുറത്തേക്ക് സഞ്ചരിക്കുന്നു, നാടോടിയായി പോകുന്നു, ലോകം മുഴുവൻ കാണുക, അങ്ങനെ ലോകത്തെ അറിയുക, ലോകത്തെ പൂർണ്ണമായി അറിയുക, അങ്ങനെ ഒരു അബ്സല്യൂട്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ തിരിച്ചറിയുക. ഈ തിരിച്ചറിവിന് വേണ്ടിയാണ് എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധിച്ചു. എസ്തപ്പാൻ എന്ന് പറയുന്ന ആള്
ലോകം മുഴുവൻ കറങ്ങി, ഇവിടെ കണ്ടാൽ അയാൾ അവിടെയും ഉണ്ട്, എവിടെയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. രവി ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക്, നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും നടന്ന് ശീലിച്ച് അവസാനം അയാൾ കാട്ടിന്റെ ഏകാന്തതയിലേക്ക് മറയുകയും ചെയ്തു. ഇനി എല്ലാ കഥകളിലും വരുന്ന ഒരു ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയം, എല്ലാ കലാകാരന്മാരുടെയും ഒരു മോട്ടീവ് അതായിരിക്കും. നല്ല കലാകാരന്മാരുടെ അരവിന്ദൻ അങ്ങനെയായിരുന്നു. ഇതിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മൗനത്തെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയട്ടെ. സംസാരിക്കുന്ന ഒരു ലോകത്തിന് എങ്ങനെ മൗനത്തിന്റെ ഭാഷ അറിയും? അതാണ് പ്രശ്നം. അരവിന്ദന്റെ കാഞ്ചന സീത വന്നപ്പോൾ അത് ആ സിനിമ കാലം തെറ്റി നേരത്തെ വന്ന ഒരു സിനിമ ആയതുകൊണ്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു ലോകത്തിലേക്ക്, അങ്ങനെ കണ്ടീഷൻഡായി പോയ ഒരു ആസ്വാദകരുടെ ലോകത്ത് എങ്ങനെ മൗനത്തിന്റെ ഭാഷ തിരിച്ചറിയും? സൈലൻസ് എന്ന് പറയുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്തിന് അത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോ അരവിന്ദന്റെ സിനിമ അങ്ങനെയാണ് ആ സിനിമ ആസ്വദിക്കപ്പെടാതെ പോയത്. ഒരുപക്ഷെ കുറെ കാലം കഴിഞ്ഞ് എല്ലാ മഹാന്മാരായ കലാകാരന്മാരും അങ്ങനെയാണ്. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് അത് തിരിച്ചറിയും ആളുകൾ. അങ്ങനെ തിരിച്ചറിയുന്ന കാലം വരുമായിരിക്കാം. അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ് എന്ന് പിന്നീട് അദ്ദേഹം എടുത്ത സിനിമകളിലെ സൂചകങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അരവിന്ദൻ പിന്നീട് എടുത്ത സിനിമ, ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു ലേശം മാറി നിൽക്കുന്ന സിനിമ എന്ന് പറയാവുന്നത് ഒരിടത്താണ്. ഒരിടത്തിൽ അരവിന്ദൻ ചെയ്ത രീതി ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം തന്നെയാണ് കാണാം. വേണു അവതരിപ്പിക്കുന്ന അതിലെ ഓവർസിയർ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദന് മനസ്സിലായി ഈ ലോകത്തിന്റെ മുമ്പിൽ സംസാരിക്കാത്ത കഥാപാത്രത്തെ ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ലോകം അത് സ്വീകരിക്കില്ല. അപ്പോൾ ഈ സംസാരിക്കുന്ന ആളിനെ വെച്ചുകൊണ്ട് എനിക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കി കാണാം, മലയാളത്തിലെ സിനിമയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച കഥാപാത്രമായിരിക്കണം വേണുവിന്റെ ആ കഥാപാത്രം. അതും അദ്ദേഹം തിരുവിതാംകൂറിലെ ആ സംസാര രീതി എടുത്തുകൊണ്ട് വൾഗറൈസ് ചെയ്തു. ഒരർത്ഥത്തിൽ ഒരു സിനിമ, നമ്മുടെ സിനിമാ സങ്കല്പത്തിനകത്ത് നമ്മളെല്ലാം മുഖത്ത് നോക്കിയിട്ട് അരവിന്ദൻ നമ്മെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തരികയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം നമ്മളെല്ലാം അന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് മഹാമോശമായി പോയി. ഇങ്ങനെ ഒരുപാട് സംസാരിക്കും കഥാപാത്രം വളരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്തായത് ഇങ്ങനെ സംസാരിക്കുമോ? മറ്റിടത്ത് നമുക്ക് വളരെ എക്സ്ട്രീം ആയിപ്പോയി, മൗനമായിപ്പോയി. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞു. നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ അറിയുമെന്ന് എനിക്കറിയില്ല, കേരളത്തിലുണ്ടായ വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരിടത്ത് വന്നപ്പോൾ ആ കഥാപാത്രത്തെ വൾഗറായിട്ട് ഉപയോഗപ്പെടുത്തി അരവിന്ദൻ വെറുതെ ചുമ്മാ തമാശ ഉണ്ടാക്കുകയാണ്. അരവിന്ദൻ അതിനൊന്നും തന്നെ വളരെ വ്യക്തമായ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. കാഞ്ചന സീത വന്നപ്പോഴും അദ്ദേഹം അധികം സംസാരിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ സിനിമകളെല്ലാം തന്നെ അരവിന്ദന്റെ മൊത്തം സിനിമകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അരവിന്ദൻ യഥാർത്ഥത്തിൽ നമ്മളെ വളരെ വിപ്ലവകരമായ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുകയായിരുന്നു ചെയ്തത്. ഈ വേണുവിന്റെ കഥാപാത്രങ്ങളെ സംസാരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ തന്നെ നമുക്ക് ഇഷ്ടമല്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു. അത് എനിക്ക് തോന്നുന്നത് വളരെ വിപ്ലവകരമായ ഒരു സംഗതി തന്നെയാണ്. ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സഞ്ചാരികളായ കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെയേറെ അസംസ്കൃത ചിത്തരായ കലാകാരന്മാർ, എന്നുവെച്ചാൽ റിഫൈൻഡ് അല്ലാത്ത കലാകാരന്മാർ. നമ്മളെല്ലാം ഈ നാഗരികത വന്നപ്പോൾ മെക്കാനിസ്റ്റ് വേൾഡിൽ റിഫൈൻഡ്, നമുക്കെല്ലാം കള്ളത്തരം അറിയാം, ചതിക്കാൻ അറിയാം, വാക്കുകൾ കൊണ്ട് പറ്റിക്കാൻ അറിയാം. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറ്റിക്കാൻ അറിയാത്ത, ചതിക്കാൻ അറിയാത്ത, വളരെ അസംസ്കൃത ചിത്തരായ ശുദ്ധ ട്രൈബൽ സ്വഭാവമുള്ള, നേരിട്ട് സ്നേഹിച്ചാൽ എല്ലാം തരികയും വെറുത്താൽ നേരിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ട്രൈബൽ സ്വഭാവമുള്ള ഒരു മനസ്സ് ഈ ഇത്തരത്തിലുള്ള കലാകാരന്മാർക്കുണ്ടാവും. അപ്പോ ഈ കലാകാരന്മാര് സാധാരണഗതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൊമാഡിന്റെ ലൈഫ് ഉണ്ടാവുമല്ലോ, അതായത് ഒരു സഞ്ചാരത്തിന്റെ ലൈഫ് ഉണ്ടാവും. നമ്മുടെ പ്രാകൃത കാലഘട്ടം നമ്മൾ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് പോയി പിന്നെ സെറ്റ് ചെയ്തതാണ്. അത് പ്രസിദ്ധരായ പല ആളുകളും ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം, അതായത് ജൂത മിത്തുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവര് ഒരു വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു, അതൊരു ശാപം പോലെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം വന്നതാണ്. പക്ഷെ ആലോചിച്ച് നോക്കിയാൽ ഈ ഹെർബർട്ട് റീഡ് പറയുന്നുണ്ട്, ഇങ്ങനെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഇസ്രായേൽസിന് ഇപ്പോ ഒരുപാട് മഹത്തരമായ കലയും സംസ്കാരവും ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്ന ഒരു ഉദാഹരണം ഈ പ്രസിദ്ധ ചിത്രകാരനായ പിക്കാസോവിനെയും വേറൊരു ചിത്രകാരനായ ഷഗാൾ എന്ന് പറയുന്ന ചിത്രകാരനെ അദ്ദേഹം കമ്പയർ ചെയ്തു. അദ്ദേഹം പറയുന്നു, പിക്കാസോ എന്ന് പറയുന്ന ചിത്രകാരൻ
നഗരത്തിൽ ഒരിടത്ത് ഇരുന്ന് വരച്ച ആളാണ് നാഗരികതയിൽ. അവിടെ ഇരിക്കുന്നു അയാൾ വേറെ ഒന്നും കാണില്ല. അയാൾ എന്നിട്ട് ക്യൂബിസം ഉണ്ടാക്കുന്നു. അയാളുടെ ചിത്രം എന്ന് പറയുന്നത് നാഗരികതയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു നാട്ടുമ്പുറത്ത് സ്ത്രീക്ക് ക്യൂബിസം എന്താണെന്ന് അറിയില്ല. കേരളത്തിലെയോ അല്ലെങ്കിൽ ഒരു റിമോട്ട് ഏരിയയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ക്യൂബിസത്തിലുള്ള ഒരു പെയിന്റിംഗ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽസിന്റെ ഒരു ലോകമാണ്. ഈ ഇന്റലക്ച്വൽസിന്റെ ലോകത്ത് അവരുടേതായ ഒരു ഭാഷ ഈ നാഗരികതയിൽ ഇരുന്നു കൊണ്ട് വികാസം ഉണ്ടായി. അതേസമയത്ത് ശകാൾ എന്ന് പറഞ്ഞ ഇത്രകാരം ചെയ്തെന്താ, തനി ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ മതപരമായ ബിംബങ്ങൾ, നമുക്ക് ഏറ്റവും സുപരിചിതമായ മതപരമായ ബിംബങ്ങൾ എടുത്ത്, അതായത് ഗ്രാമം എന്ന് പറയുന്ന അത്തരത്തിലുള്ള വിശുദ്ധിയുടെയും അസംസ്കൃതമായ ഒരു മനസ്സിന്റെയും ലോകമാണ്. അവിടെ നിന്ന് ബിംബങ്ങൾ ഉണ്ടാക്കി ചിത്രം പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആ ചിത്രത്തിലെ ലോകം. എന്തുകൊണ്ടാണ് ഈ നാഗരികർ എപ്പോഴും ചലിക്കുന്നവരാണ്. ഗ്രാമീണര് ചലിക്കുന്നവരാണ്. നമ്മൾ 10 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണൻ നടക്കും. പക്ഷേ നാഗരികന് അത് പറ്റില്ല. അവൻ 1 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ അവന് ഏതെങ്കിലും രീതിയിൽ എനിക്ക് അതിനെ എളുപ്പ വഴി നോക്കും. ഇപ്പൊ നമ്മൾ നാട്ടുപുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ എത്ര നടക്കണം, ഒരു 10-100 അടി നടന്നാൽ മതി. നമുക്കറിയാം അയാൾ നടന്നു കഴിഞ്ഞാൽ അറിയാം 100 അടിയല്ല, പിന്നെയും 1 കിലോമീറ്റർ ഉണ്ടാവും. കാരണം അവരുടെ ദേശസങ്കല്പം എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പക്ഷെ അവരത്രയും നടന്ന് ശീലിച്ചിരിക്കുക, വലിയ സ്ഥലം അത്രയും ഒരുപാട് നടന്ന് ശീലിച്ച. എന്നാൽ നഗരം എന്ന് പറയുന്നത് ചെറിയ സ്ഥലം അത്രയും നമുക്ക് ഒരുപാടാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് കലാകാരന്മാരുടെ സൃഷ്ടികൾ കാണാം. ഇത് അരവിന്ദന്റെ ചിത്രം ലോകം എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലും വ്യവസ്ഥാപിതമായ ഒരു നഗരത്തിന്റെ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്നതല്ല. നഗരം എന്ന് പറഞ്ഞ ഒരു ഫോർമുല വെച്ചിട്ട്, ഒരു സൂത്രവാക്യം വെച്ചിട്ട് അങ്ങനെ സിനിമ എടുക്കുന്ന ആളുകളുണ്ട്. മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചിട്ടുള്ള നല്ല കലാകാരന്മാരെടുത്താൽ പോലും നമുക്ക് കാണാം അവര് നാഗരികതയുടെ ബിംബങ്ങളും നാഗരികതയുടെ ലാംഗ്വേജ്, ഇന്റലക്ച്വൽ ലാംഗ്വേജ് കൂടുതൽ ഉണ്ടാക്കുക. അവരുടെ ചിത്രങ്ങൾക്കെല്ലാം അളന്നു മുറിച്ച് കൃത്യമായി ഒരു ആശാരി മേശ ഉണ്ടാക്കുന്ന പോലെ കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടാവും. പക്ഷെ അരവിന്ദന്റെ ചിത്രങ്ങൾക്ക് അങ്ങനെ ഒരു ഷേപ്പ് ഇല്ല. നാഗരികതന്റെ ഗ്രാമീണന്റെ അലംഭാവങ്ങളും അവന്റെ ഉദാസീനതകളും അവന്റെ കുതിപ്പുകളും അവന്റെ വേഗവും എല്ലാം കാണാം. ഈ വ്യത്യാസം അരവിന്ദന്റെ ചിത്രത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഈ തമ്പിനകത്തായാലും കാഞ്ചനസീതയിലായാലും ഒരിടത്തിലായാലും ഇതിലെല്ലാം തന്നെ അവ്യവസ്ഥിതമായ ഒരു ഗ്രാമീണ ലോകം കാണാം. വ്യവസ്ഥാപിതമായ ഒരു നാഗരിക ലോകമല്ല. മറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പറയുന്ന അടൂരിനെ ചെറുതാക്കാനോ അരവിന്ദനെ വലുതാക്കാനോ അല്ല, അങ്ങനെ ഒരു വിവാദത്തിനല്ല. മറിച്ച് കലാകാരന്മാരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അടൂരിന്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ സിനിമക്കകത്തെല്ലാം കൃത്യമായ ഒരു ഷേപ്പ് കാണാം, കൃത്യമായ ബിംബങ്ങൾ കാണാം, അളന്ന് മുറിച്ച് തൂക്കി ഇടുന്നു അടൂർ. പക്ഷെ അരവിന്ദൻ പറയും, ഞാനിങ്ങനെ ചിലപ്പോൾ സെറ്റിൽ വെച്ച് തന്നെ ഈ എന്റെ കൊടും കയ്യിൽ ചെരിഞ്ഞിരുന്ന് ഞാൻ ചില ഒരു ഷോട്ടുകളൊക്കെ ഉണ്ടാക്കാം, അവിടെ വെച്ച് കണ്ട ചിലത്. അടൂര് പറയും, ഞാൻ അങ്ങനെയല്ല, ഞാൻ സെറ്റിൽ വെച്ചിട്ട് ഒരിക്കലും എന്റെ സ്ക്രിപ്റ്റിന് ഞാൻ മാറ്റുകയില്ല. ഞാൻ ഉണ്ടാക്കിയതിനെ അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിന് വേണ്ടി അന്വേഷിച്ച് നടന്ന്, നമുക്കറിയാം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ ആണ് നിങ്ങൾ നമുക്കറിയാം ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച ഒന്നും നിങ്ങൾക്ക് ലോകത്തുനിന്ന് കിട്ടാൻ സാധ്യമല്ല. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. സിനിമയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സാഹിത്യത്തിൽ നമുക്ക് എഴുതാം, ചുവന്ന പ്രഭാതം എന്ന് എഴുതാം, ചുവന്ന സന്ധ്യ എന്ന് എഴുതാം. പക്ഷെ സിനിമക്കകത്ത് ചുവന്ന സന്ധ്യ എന്നുള്ളത് നിങ്ങൾക്ക് പ്രയാസമാണ് ഉണ്ടാക്കാൻ. എവിടെ പോയാണ് നിങ്ങൾ ഈ ചുവന്ന സന്ധ്യ എടുക്കുക? ഇന്ന് ഈ 28-ാം തീയതി വൈകുന്നേരം ഖത്തർ കടൽ തീരത്ത് ഉണ്ടായ സന്ധ്യ എന്ന് പറയുന്നത് ഇന്ന് മാത്രമുള്ള ഒരു സന്ധ്യയാണ്. അത് ഞാൻ മുൻപ് കണ്ടിട്ടുള്ളതോ ഇനി കാണാൻ പോകുന്നതായ സന്ധ്യയല്ല. അതാണ് പ്രകൃതി. ഇങ്ങനെയുള്ള പ്രകൃതിയാണ് ഞാൻ പകർന്നത്. അപ്പോൾ ഞാൻ എഴുതി വെച്ചത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് ചലച്ചിത്ര സാങ്കേതികമായ ഒരു അബദ്ധമുണ്ട്. മിക്കവാറും നമ്മുടെ ഹൈലി ടെക്നിക്കലായിട്ട് അറിയുന്ന എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യം, ഞാൻ ഉദ്ദേശിച്ച അതുപോലെ എടുത്തു, അതുപോലെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് സിനിമയുടെ സങ്കേതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അത് പ്രസിദ്ധനായ ഒരു ക്രിട്ടിക്, അതായത് വാൾട്ടർ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്, അദ്ദേഹം നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. എനിക്ക് അരവിന്ദനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ആ പ്രബന്ധം ഓർമ്മ വരാറുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത്, ഈ ചലച്ചിത്രത്തിനകത്ത് ഒരു മെക്കാനിക്കൽ യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന ജീവിത യാഥാർത്ഥ്യവും യന്ത്രത്തിനകത്ത് യാഥാർത്ഥ്യം രണ്ടാണ്.
അത് അരവിന്ദൻ ഒരിക്കലും ഇതേ പ്രശ്നം തന്നെ പറഞ്ഞിട്ടുണ്ട്. അരവിന്ദൻ പറഞ്ഞത്, ഞാനിങ്ങനെ ഈ സന്ധ്യ ക്യാമറയിൽ എടുത്തു കൊണ്ടുവന്നിട്ട് അനലൈസറിൽ ഇട്ടിട്ട് കാണുമ്പോൾ എനിക്ക് ഞാൻ കണ്ട ഉദ്ദേശിച്ചതല്ല അതിനകത്ത് കാണുന്നത്. അപ്പൊ എനിക്ക് വല്ലാത്ത ദുഃഖം ഉണ്ടാകുന്നു. ഇതൊരു ഫിലോസഫറുടെ പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തെ എന്റെ ക്യാമറയിലൂടെ ഞാൻ വിചാരിച്ച മാതിരി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞാൻ എന്റെ രീതിയിൽ വേറൊന്നാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ജോണിനെ പോലെയുള്ള ഒരു കലാകാരൻ അമ്മയെ അറിയാനുള്ള സിനിമ എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. 70കളിലെ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ ജോൺ പറഞ്ഞത് അത് അങ്ങനെ ആ ഇരുണ്ട ഒരു ലോകത്തെ എനിക്ക് കളറിൽ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നു പറയും. ഇതുപോലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അരവിന്ദൻ പറഞ്ഞത്. പക്ഷേ ജോണിനേക്കാൾ ഏറെ ഫിലോസഫിക്കലാണ് അരവിന്ദൻ. അതുകൊണ്ട് ജോണിനെ പോലെ അങ്ങനെ സംസാരിക്കില്ല അരവിന്ദൻ. അതുകൊണ്ട് അരവിന്ദൻ എന്ത് ചെയ്യുന്നു, ഇത് വന്നിട്ട് പരമാവധി ഞാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഓരോ സിനിമയിലും ഞാൻ ഈ മൗനത്തെ കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എത്ര തന്നെ കൂടുതൽ സംസാരിച്ചാലും സംസാരമില്ലാതെ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ നോക്കട്ടെ, ഓരോ തവണയും ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വാൾട്ടർ ബെന്യാമിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേറൊന്നാണ്. എന്നെ യഥാർത്ഥത്തിൽ കാണുന്ന എന്നെയല്ല നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫിൽ കാണുന്നത്, വേറൊന്നാണ്, വേറൊന്ന് തന്നെയാണ്. കളറിന് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് ഞാനാണെന്ന് പറയുക? മൗലികരായ കലാകാരന്മാരെല്ലാം ചില ആളുകളെ വരച്ചിട്ട് അതുപോലെ ആയില്ലെന്ന് പറഞ്ഞിട്ട് ആ കലാകാരൻ പറയും അത് ഞാൻ കണ്ടത് രീതിയിൽ വരച്ചു. അതുപോലെ യന്ത്രവും പിക്കാസോവിനെ കുറിച്ച് അങ്ങനെ ഒരു ഇതുണ്ട്. പിക്കാസോ ഈ റഷ്യയിലെ സ്റ്റാലിൻ്റെയോ മറ്റു ചിത്രം വരച്ചപ്പോൾ അവിടുത്തെ പ്ലാനിങ് കമ്മിറ്റി വരച്ചപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പിക്കാസോ ആളുകൾ പറഞ്ഞു ഇത് സ്റ്റാലിനെ പോലെ ഇല്ലല്ലോ, എന്താണ്? പിക്കാസോ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ യന്ത്രത്തിന്റെ ഒരു ഭാഷയിലൂടെ കാണുന്നു. യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുത്ത ഒന്ന് യന്ത്രം നമുക്ക് വേറൊരു രീതിയിൽ തരുന്നു. അതിന് പരിമിതികളുണ്ട്. യന്ത്രത്തിലെ റിയാലിറ്റി എന്ന് പറയുന്നത് വേറൊന്നാണ്. ഈ റിയാലിറ്റിയെ പറ്റി അറിയാവുന്നത് കൊണ്ട് അരവിന്ദൻ എപ്പോഴും മനുഷ്യനെ, നടനെ പലപ്പോഴും ഒരു ഓബ്ജക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അരവിന്ദൻ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നടന്മാരെ അതായത് മറ്റു കലാകാരന്മാരെ ഇപ്പോ അടൂര് പറഞ്ഞ ഞാൻ നടനെ ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ടൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ ഒരു മേശ ഉപയോഗിക്കുന്ന പോലെ ഒരു ഓബ്ജക്റ്റ്. പക്ഷെ അരവിന്ദൻ അങ്ങനെ ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. അരവിന്ദൻ ആ ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസ്തമയം പോലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ അചലമായ ഒരു വസ്തുവിനെ പോലെ, ചലിക്കാത്തൊരു വസ്തുവിനെ പോലെ അല്ല അരവിന്ദൻ ഈ മനുഷ്യനെ കാണുന്നു. നേരെ മറിച്ച് എഡിറ്റ് ചെയ്യുന്ന ഒരാളെ പോലെ, ക്യാമറയെ പോലെ തന്നെയാണ് അടൂരിനെ പോലെയുള്ള ഒരു കലാകാരൻ മറ്റ് നടന്മാരെയും കാണുന്നത്. അതുകൊണ്ട് അടൂർ എന്ന് പറയുന്ന കലാകാരൻ നടനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്. അദ്ദേഹം ചെറുതാക്കാൻ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്, മെത്തേഡാണ്. ലോകത്തിൽ പല കലാകാരന്മാരും അങ്ങനെയാണ്. നടനൊന്നുമല്ല, ഞാൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്യിപ്പിക്കുന്നു. പക്ഷേ അരവിന്ദനെ പോലുള്ള ഒരു കലാകാരൻ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്യണമെങ്കിൽ ശരി, അയാൾ ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് അയാളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അയാളുടേതായ ഒരു ശൈലിയുണ്ട്. സ്റ്റൈൽ ഈസ് ദി മാൻ എന്നൊക്കെ പറയുന്ന പോലെ അയാളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് എല്ലാ ക്യാമറയും ഒരു എക്യുപ്മെന്റ് എന്ന നിലയിൽ ഒന്ന് തന്നെ തരുന്നു. അത് ഉപയോഗിക്കുന്ന ആളിന്റെ കഴിവ് പോലെ എന്ന് പറയുന്ന പോലെ ഇവിടെ ക്യാമറ അല്ല ഇയാൾ, ക്യാമറ ഒരു ഓബ്ജക്റ്റ് മാത്രമാണ്. അപ്പോ നാഗരികതയില് ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് കഴിയുന്ന മിക്കവാറും എല്ലാ നഗരങ്ങൾക്കകത്ത് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അതിൽ നിന്ന് വന്ന ഒരു ഇന്റലക്ച്വലിന് പിക്കാസോ പോലുള്ള കലാകാരന്, അല്ലെങ്കിൽ വളരെ കൃത്യമായി ലോകത്തെ അളന്ന് മുറിച്ച് ഒരു ഫോർമുലക്കകത്ത് വെക്കുന്ന ഒരു കലാകാരൻ, സൂത്രവാക്യത്തിനകത്ത് വെക്കുന്ന ഒരു കലാകാരന് അങ്ങനെയും പറയാൻ പറ്റും. പക്ഷെ അരവിന്ദൻ അങ്ങനെ പറയുകയില്ല. അവ്യവസ്ഥിതമായ, വളരെ അസംസ്കൃതമായ, ശുദ്ധമായ ഒരു ലോകത്തിലേക്ക് മടങ്ങിപ്പോകാൻ നിങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ ശുദ്ധമായ മൗനത്തിന്റെ ലോകത്തിലേക്ക് പോകുന്നു. അവിടെ നല്ല സ്നേഹമുണ്ട്, അവിടെ ഞാൻ മടങ്ങിപ്പോകും, അവിടത്തേക്ക് തന്നെ ഞാൻ പോകും. എന്റെ കലയിലൂടെ ഞാൻ പോകും. ഈ ലോകത്ത് എനിക്കിത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്റെ കലയിൽ അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കിയിട്ട്, അങ്ങനെയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല, ഞാൻ മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുക എന്നുള്ളത് എന്റെ ധാരാളാണെങ്കിൽ പോലും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും എന്റെ യാഥാർത്ഥ്യമാണിത് എന്ന് സിനിമയിലൂടെ നമ്മളോട് പറഞ്ഞ ഒരാളാണ് ഈ കലാകാരൻ. അപ്പോൾ മൗനത്തെ സംഗീതത്തോളം ഉയർത്തുകയും മൗനത്തെ കൊണ്ട്, മൗനം എന്ന് പറയുന്നത് അത്രയേറെ ബഹുലമായി സംസാരിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ കലാകാരൻ. അതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മളിവിടെ, അത് വിജയിച്ചു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്
പോക്കുവെയിൽ എന്ന സിനിമ എടുത്തത്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. പോക്കുവെയിൽ എന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലോക സിനിമയിൽ തന്നെ ഏറ്റവും അധികം മാനസിക യാതന അനുഭവിച്ചിട്ടുള്ള ഒരു ചിത്രമായിരിക്കും പോക്കുവെയിൽ. അത് വിജയിച്ചോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, പരാജയമായിരിക്കാം. പക്ഷെ അത്രത്തോളം ആ സിനിമയെ കൊണ്ടുവരാൻ സംഗീതത്തെയും ഈ ബാലുവിന്റെ മനസ്സിനെയും തമ്മിൽ, അമൂർത്തമായ സംഗീതത്തെയും മൂർത്തനമായ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ചില പ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ചില ഇമാജുകൾ ഉണ്ടാക്കിയിട്ട് സംഗീതവും ദൃശ്യബിംബവും തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് അത്രത്തോളം എത്തിക്കാൻ ഒരുപക്ഷെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന, കേരളത്തിൽ ജനിച്ചു വളർന്ന ഈ കലാകാരന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം ആ ചിത്രം സമ്പൂർണമായ വിജയമാണ് എന്നല്ല, അരവിന്ദൻ പരമാവധി ഒരു പരീക്ഷണ ചിത്രം എന്ന നിലയിൽ അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെ മഹത്തായ വലിയൊരു കാര്യമാണ്. മൗനത്തെ സംഗീതത്തിലേക്ക് വളർത്തുക, തന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഈ മൗനത്തിൽ നിന്ന് സംഗീതമായി വ്യാഖ്യാനിച്ചിട്ട് ഒന്ന് തർജ്ജമ ചെയ്തിട്ട് നമുക്ക് തരിക. അങ്ങനെ തർജ്ജമ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമോ എന്നുള്ള പ്രശ്നം അരവിന്ദൻ എപ്പോഴും ഉണ്ടായിരുന്നു. ആളുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അരവിന്ദന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം സംസാരിക്കുന്ന ലോകത്തിൽ ഞാനിത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല, ഞാൻ എന്താ ചെയ്യും, എനിക്കിങ്ങനെ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു ഫിലോസഫറുടെ, ഗുരുജിയുടെ അല്ലെങ്കിൽ രാമുവിന്റെ വൈരുദ്ധ്യവുമായി നടന്ന് നമ്മളോടൊപ്പം ജീവിച്ച ആ കലാകാരന് ഉള്ള എല്ലാ ഓർമ്മകളും ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.